ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ വിരോധികളായ മാർത്തോമ മാർഗം, MTNS തുടങ്ങിയ ഗ്രൂപ്പുകൾ സൈബർ ഇടങ്ങളിൽ പതിച്ച പോസ്റ്റുകളാണ് ഇവിടെ നമ്മൾ കാണുന്നത്. എറണാകുളം അങ്കമാലി വൈദികർക്കെതിരെ ലയോ മാർപ്പാപ്പ, ഇനി കളി മാറും. ലയോ മാർപ്പാപ്പയുടെ ചടുലമായ നീക്കങ്ങൾ, സീറോ മലബാർ സഭയ്ക്ക് റോമിൽ നിന്ന് വൻ തിരിച്ചടി, സീറോ മലബാർ സഭയുടെ പൈതൃകാധിഷ്ഠിതമായ കുർബാനയുടെ പ്രാധാന്യം മനസ്സിലാക്കി അതിന് മാറ്റങ്ങൾ വരുത്താൻ പാടില്ലെന്ന കർശന താക്കീതുമായി ലയോ മാർപ്പാപ്പ. ഇനി എറണാകുളംകാരോട് ക്ഷമിക്കാൻ പാടില്ലെന്ന നിഗമനത്തിൽ ലയോ മാർപ്പാപ്പയും വത്തിക്കാനും എത്തിയിരിക്കുന്നു. വാസ്തവത്തിൽ എന്താണ് സംഭവിച്ചത്? കഴിഞ്ഞ ഏതാനും ആഴ്ചകളിലായി ബുധനാഴ്ച തോറും മാർപ്പാപ്പ നടത്തിവരുന്ന പൊതു സന്ദർശന വേളയിൽ രണ്ടാം വത്തിക്കാൻ സൂനദോസിലെ പ്രമാണ രേഖകളെപ്പറ്റി ഒരു പ്രഭാഷണ പരമ്പര നടത്തി വരികയാണ്. 2026 മെയ് 17 ആയിരുന്നു ഈ പരമ്പരയിലെ മൂന്നാമത്തെ പ്രഭാഷണം. അന്ന് അദ്ദേഹം വിഷയമാക്കിയത് രണ്ടാം വത്തിക്കാൻ സൂനദോസിൻ്റെ ആരാധനാക്രമം, സാക്രോസാന്തും കൊഞ്ചീലിയും എന്ന പ്രമാണരേഖയാണ്. ഏകദേശം 750ഓളം വാക്കുകളും 8 ഖണ്ഡികകളുമുള്ള ആ പ്രഭാഷണത്തിൽ 8ാമത്തെ ഖണ്ഡികയിൽ ഏതാണ്ട് 60ഓളം പദങ്ങളുള്ള ഒരാശയത്തെ ആസ്പദമാക്കിയാണ് സോഷ്യൽ മീഡിയയിലെ ഈ കോലാഹലങ്ങൾ. ആ പ്രഭാഷണത്തിലെ ആശയങ്ങൾ ഇപ്രകാരം സംഗ്രഹിക്കാം. 1. സഭ ജീവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് സഭയിൽ അനുഷ്ഠിക്കപ്പെടുന്ന ആരാധനാക്രമം എന്നും വളർന്നുകൊണ്ടിരിക്കണം. അങ്ങനെ അത് പക്വത പ്രാപിക്കണം, അഭിവൃദ്ധിപ്പെടണം, കാലികമായ ആവശ്യങ്ങളോട് പ്രതികരിക്കണം. പക്ഷേ ഇതൊക്കെ സംഭവിക്കുമ്പോഴും സഭയുടെ വിശ്വാസ തത്വങ്ങളുടെ സമഗ്രതയ്ക്ക് കോട്ടം തട്ടാതെ സൂക്ഷിക്കണം. 2. ആരാധനാക്രമത്തെ പറ്റിയുള്ള വത്തിക്കാൻ കൗൺസിൽ രേഖയുടെ ആമുഖത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത് പോലെ പരിഷ്കരണത്തിൻ്റെ ലക്ഷ്യം വിശ്വാസികളുടെ ക്രിസ്തീയ ജീവിതത്തെ ഉത്തേജിപ്പിക്കുക, പരിവർത്തന വിധേയമായ കാര്യങ്ങൾ ആധുനിക കാലത്തിൻ്റെ ആവശ്യങ്ങളോട് കൂടുതൽ അനുരൂപപ്പെടുത്തുക എന്നിവയായിരിക്കണം. 3. ആരാധനാക്രമത്തിൽ ദൈവസ്ഥാപിത ഘടകങ്ങളോടൊപ്പം മാറ്റത്തിന് വിധേയമാക്കാവുന്നതും വിധേയമാക്കേണ്ടതുമായ ഘടകങ്ങളുണ്ടെന്ന വസ്തുത കൗൺസിൽ രേഖ ഉദ്ധരിച്ചുകൊണ്ട് മാർപ്പാപ്പ വ്യക്തമാക്കുന്നു. ഇത് ചരിത്രത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോ കാലഘട്ടത്തിലും സാംസ്കാരിക അനുരൂപണം നടത്തിയാണ് ആരാധനാക്രമം വളർന്ന് പക്വത പ്രാപിച്ചത്. സത്യത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിച്ചേരാൻ ഈ പ്രക്രിയ തുടരേണ്ടതുണ്ട്. 4. ബെനഡിക്റ്റ് 16 മാർപ്പാപ്പ 2011 മെയ് 6 നടത്തിയ ഒരു പ്രസംഗത്തിൻ്റെ ഭാഗവും ലയോ മാർപ്പാപ്പ ഉദ്ധരിക്കുന്നുണ്ട്. പാരമ്പര്യം ജീവിക്കുന്ന യാഥാർത്ഥ്യമാണ്. ജീവിക്കുന്ന യാഥാർത്ഥ്യമാണെങ്കിൽ അതിൽ വളർച്ച ഉണ്ടായിരിക്കണം. മറ്റു വാക്കുകളിൽ, പാരമ്പര്യമാകുന്ന നദി അതിൻ്റെ ഉറവിടത്തോടുകൂടി മുന്നോട്ട് ഒഴുകിക്കൊണ്ടിരിക്കണം. ഈ പ്രഭാഷണത്തിൻ്റെ അവസാന ഭാഗത്ത് ആരാധനാക്രമം എപ്രകാരമാണ് സുവിശേഷവൽക്കരണത്തിന് സഹായകമാകുന്നതെന്നും മാർപ്പാപ്പ സൂചിപ്പിക്കുന്നുണ്ട്. സഭയുടെ ആന്തരിക എനർജി പരിപോഷിപ്പിക്കുന്നതിനുള്ള ആരാധനാക്രമത്തിൽ ഉപയോഗിക്കുന്ന പുസ്തകങ്ങളും അതിലെ നിയമങ്ങളും സംരക്ഷിക്കുന്നതിൽ വൈദികർക്ക് വലിയ ഉത്തരവാദിത്വമുണ്ടെന്ന് മാർപ്പാപ്പ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ 2 തീവ്ര നിലപാടുകൾ എല്ലാവരും ഉപേക്ഷിക്കണം. ആരാധനാക്രമം അനുഷ്ഠിക്കുന്ന വൈദികൻ്റെ താല്പര്യപ്രകാരം അർപ്പിക്കപ്പെടേണ്ടതല്ല വിശുദ്ധ കുർബാന. അത് സഭയുടെ പൊതു ആത്മീയ സ്വത്താണ്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് പഴമയിൽ നിന്ന് അണുവിട വ്യതിചലിക്കരുതെന്ന വാദവും. 1963 ആരാധനാക്രമം സംബന്ധിച്ച പ്രമാണരേഖ നിലവിൽ വന്നതിന് ശേഷം കഴിഞ്ഞ 60-ൽ പരം വർഷങ്ങളായി മാർപ്പാപ്പമാർ പോൾ 6, ജോൺ പോൾ 2, ബെനഡിക്റ്റ് 16, ഫ്രാൻസിസ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിക്കുക മാത്രമാണ് ലയോ മാർപ്പാപ്പ ചെയ്തിരിക്കുന്നത്. ലത്തീൻ സഭയിൽ ഉയർന്നു വന്നിരിക്കുന്ന പുതിയ പാരമ്പര്യവാദത്തിൻ്റെ പശ്ചാത്തലത്തിൽ കൂടി വേണം മാർപ്പാപ്പയുടെ ഈ പ്രഭാഷണത്തെ മനസ്സിലാക്കാൻ. രണ്ടാം വത്തിക്കാൻ സൂനദോസിൻ്റെ പരിഷ്കരണ ശ്രമങ്ങളെ നിരാകരിക്കുന്ന വിശുദ്ധ 10ാം പിയൂസ് സൊസൈറ്റി എന്ന് വിളിക്കപ്പെടുന്നവർ 2026 ജൂലൈ 1 മാർപ്പാപ്പയുടെ അനുവാദം കൂടാതെ 4 വൈദികരെ ബിഷപ്പുമാരായി അഭിഷേകം ചെയ്യുമെന്ന് പ്രസ്താവിച്ചിരിക്കുകയാണ്. ലത്തീൻ ഭാഷയിൽ കുർബാന അർപ്പിക്കണമെന്നും 16ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന തിരുവസ്ത്രങ്ങൾ മാത്രം ധരിക്കണമെന്നും അന്നുണ്ടായിരുന്ന അൾത്താരാഭിമുഖ കുർബാന രീതി, മുട്ടുകുത്തി കുർബാന സ്വീകരിക്കുന്ന രീതി
തുടങ്ങിയ ആചാരാനുഷ്ഠാനങ്ങൾ അതേപടി തുടരണമെന്നും മറ്റും വാദിക്കുന്നവരാണ് ഇവർ. ഈ വാദങ്ങൾ അംഗീകരിക്കാതിരുന്നതിൻ്റെ പേരിൽ ജോൺ പോൾ രണ്ടാമൻ, ഫ്രാൻസിസ് എന്നീ മാർപ്പാപ്പമാരുമായി എന്നും ശണ്ടയിലായിരുന്നു ഇവർ. ഇപ്പോൾ ലയോ മാർപ്പാപ്പയുമായും അവർ കൊമ്പ് കോർക്കാൻ ആരംഭിച്ചിരിക്കുന്നു. മാർപ്പാപ്പയുടെ മെയ് 27 പ്രസംഗവും സീറോ മലബാർ സഭയിലെ കുർബാന തർക്കവുമായി ബന്ധമില്ലെന്നതാണ് വാസ്തവം. മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങൾ കത്തോലിക്ക കൂട്ടായ്മയിലെ ഏത് സഭകൾക്കും ബാധകമായ പൊതു തീരുമാനങ്ങളാണ്. രണ്ടാം വത്തിക്കാൻ കൗൺസിലിനെ തുടർന്നാണ് സീറോ മലബാർ സഭ ഉൾപ്പെടെ പല വ്യക്തിസഭകളിലും സാംസ്കാരിക അനുരൂപണം വഴി ജനാഭിമുഖ കുർബാന ആരംഭിച്ചതും തുടർന്നുകൊണ്ട് പോകുന്നതും. രണ്ടാം വത്തിക്കാൻ കൗൺസിലിൻ്റെ പഠനങ്ങൾക്ക് വിരുദ്ധമായി ആരെങ്കിലും എവിടെയെങ്കിലും ആരാധനാക്രമ നിയമങ്ങൾ ലംഘിക്കപ്പെടുന്നുണ്ടെങ്കിൽ തിരുത്തപ്പെടേണ്ടവയാണ്, സംശയമില്ല. നന്ദി.